ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൂടാതെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണും, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓൾറെഡി 4 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം 6 ആക്ടിവിറ്റീസ് തരും. അതിൽ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 നമുക്ക് ഓപ്ഷനാണ്. അപ്പോൾ അതിലേതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സർക്കിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അത് കോംപ്രിഹെൻഷനാണ്. ചിലപ്പോൾ പോയം തരും, ചിലപ്പോൾ പാസേജ് തരും. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചിലതിൽ സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന സ്റ്റോറി ആയിരിക്കും. അതിൻ്റെ ഉത്തരം അതിൻ്റെ ആ ഒരു പാസേജ് തന്നെ ഉണ്ടാവും. നമ്മൾ എടുത്തെഴുതുകയേ വേണ്ടൂ. ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി അത് എഴുതുക. അത്രയാണ് ആ ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അർത്ഥം മനസ്സിലാക്കാനും നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നറിയാനാണ് ആ ഒരു ആക്ടിവിറ്റി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ പോയത്തിൻ്റെ കേസ് പറയുക വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് റൈമിംഗ് വേർഡ്സ് ആയിരിക്കും. ഓക്കെ, റൈമിംഗ് വേർഡ്സ് ആയിരിക്കും. ചിലപ്പോൾ ടൈറ്റിൽ തരാനുണ്ടാവും. അങ്ങനെയൊക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന വഴി നമുക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പോൾ ഒരേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പോസ്റ്റർ ഉണ്ടാവും, സ്പീച്ച് ഉണ്ടാവും, കോൺവെർസേഷൻ ഉണ്ടാവും, എഡിറ്റിംഗ് മസ്റ്റാണ്, എല്ലാത്തിലും ഉണ്ടാവും, സീക്വൻസ് ഇൻ ദ സ്റ്റോറി. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറും അതായത് ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ന്യൂസ് റിപ്പോർട്ട് എക്സ്ട്രാ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. യു ആർ ഫെമിലിയർ വിത്ത് ദ പോയം ദ പ്ലോമാൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. റീഡ് ദ ഫോളോയിങ് പോയം കെയർഫുള്ളി, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. വിത്തൗട്ട് ഫാമിംഗ് ഇല്ലാതെ നൺ ഓഫ് us ഹാവ് എ ഫ്യൂച്ചർ. നമുക്കൊന്നും ഒരു ഭാവിയുമില്ല. ഫാമിംഗ് വിൽ ചേഞ്ച് ബട്ട് ഇറ്റ് കനോട്ട് സ്റ്റോപ്പ്. ഫാമിങ്ങിൽ നമുക്ക് ചേഞ്ച് വരുത്താം, പക്ഷെ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. യു നീഡ് എ ഫാമർ എവറി ഡേ ഫോർ എവറിത്തിങ് യു ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. നമ്മൾ കുടിക്കുന്നതും കഴിക്കുന്നതുമുള്ള എല്ലാത്തിനും നമുക്ക് ആരെ വേണം? ഒരു ഫാമറെ വേണം. ഫാമിംഗ് ഈസ് എ റിലേഷൻഷിപ്പ്. അതൊരു ബന്ധമാണ്. ആനിമൽസ്, പ്ലാന്റ്സ്, ദ ലാൻഡ്സ്. മൃഗങ്ങളും പക്ഷികളും പിന്നെ മണ്ണും തമ്മിലുള്ള ഒരു ബന്ധമാണ്. വർക്കിംഗ് ടുഗദർ വിത്ത് ഹ്യൂമൻസ്, പെർഹാപ്സ് ഹാൻഡ് ഇൻ ഹാൻഡ്. കൈയോട് കൈ ചേർത്തിട്ടുള്ള ഒരു ബന്ധമാണ് ആനിമൽസും പ്ലാന്റ്സും ലാൻഡ്സും ഹ്യൂമൻസും. ഇവരുള്ള തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓർ മേ ബി കോയസിങ്, അബ്യൂസിങ് ആൻഡ് ഓൾ ദാറ്റ് ഫസ് isn't up to us. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഈ പോയത്തിൻ്റെ തീം നമുക്ക് വായിച്ചാൽ തരും. ഇത് ഫാമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ദ തീം ഓഫ് ദ പോയം ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ്, ആനിമൽസ്, പ്ലാന്റ്സ് ആൻഡ് ദ ലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദ എക്സ്പ്രഷൻ നൺ ഓഫ് us ഹാവ് ഫ്യൂച്ചർ? എന്താണ് നൺ ഓഫ് us ഹാവ് എ ഫ്യൂച്ചർ? നമുക്കൊന്നും ഒരു ഭാവിയുമില്ല എന്ന എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ എക്സ്പ്രഷൻ നൺ ഓഫ് us ഹാവ് എ ഫ്യൂച്ചർ മീൻസ് ദാറ്റ് വിത്തൗട്ട് ഫാമിംഗ് ഹ്യൂമൻ സിവിലൈസേഷൻ വുഡ് നോട്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ്സ്. അതായത് ഫാമിംഗ് ഇല്ലാതെ നമുക്കിവിടെ നിലനിൽപ്പില്ല. മനുഷ്യൻ്റെ സംസ്കാരം ഇവിടെ നിലനിൽക്കാൻ സഹായിക്കില്ല. വിത്തൗട്ട് ഫാമിംഗ് ഹ്യൂമൻ സിവിലൈസേഷൻ വുഡ് നോട്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ് സെൽഫ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫോർ എവറിത്തിങ് വി നീഡ് എ ഫാമർ എവറി ഡേ ഫോർ എവറിത്തിങ് വി ഈറ്റ്. അങ്ങനെ എഴുതിയാലും മതി. വി നീഡ് എ ഫാമർ എവറി ഡേ ഫോർ എവറിത്തിങ് വി ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അതും നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്കുള്ളത്. റൈറ്റ് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ്. 2 മാർക്കാണ്. 2 റൈമിംഗ് വേർഡ് നമുക്ക് എഴുതിയാൽ കിട്ടുക. അപ്പോൾ റൈമിംഗ് വേർഡ് നിങ്ങൾക്കറിയാമല്ലോ, ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? ലാൻഡ്, ഹാൻഡ് രണ്ടും ഡി എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. പിന്നെ ഫസ്, അസ്, എസ് എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എഴുതാം. എന്താണ്? ഫ്യൂച്ചർ, നേച്ചർ, ഫസ്, അസ്. അതേപോലെ ഫ്യൂച്ചർ, നേച്ചർ അതും
എന്താണ് റൈമിംഗ് വേർഡ്സിന് ഉദാഹരണമാണ് ഫ്യൂച്ചർ, അതേപോലെ നേച്ചർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. പോയത്തിനൊരു ടൈറ്റിൽ കൊടുത്താൽ നമുക്ക് എന്ത് എഴുതാം? ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ്. ഫാമിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു കോൺവെർസേഷനാണ്. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്നുള്ള പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യനാണ്. ബഷീർ വൈഫ് ആൻഡ് ഹെർ കസിൻ വെൻറ്റ് ടു ഷൂട്ട് ദ ബാറ്റ്സ്. ബഷീറിൻ്റെ കസിനും അതേപോലെ വൈഫും ബാറ്റ്സിനെ ഷൂട്ട് ചെയ്യാൻ പോയി. സീയിങ് ദ ഗൺ ഇൻ ദ ഹാൻഡ് സം ഓഫ് ദ വില്ലേജേഴ്സ് ബിക്കെയിം ആൻഷ്യസ് ആൻഡ് വെൻറ്റ് ടുവേർഡ്സ് ദം. അപ്പോൾ വില്ലേജേഴ്സൊക്കെ ഈ ഗണ്ണൊക്കെ കണ്ടപ്പോൾ എല്ലാവരും എന്താണ് എന്നുള്ള ആൻഷ്യസ് അറിയാനുള്ളൊരു ആഗ്രഹമായി അവർ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. വെൻറ്റ് ടുവേർഡ്സ് ദം. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ വില്ലേജർ ആൻഡ് ദ കസിൻ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച് ദം. 5 സംഭാഷണങ്ങളും വേണം. 5 കൂടുതലായാലും പ്രശ്നമില്ല, പക്ഷേ 5 എണ്ണം വേണം. അപ്പോൾ വില്ലേജർ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, ഹു ആർ യു? നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് വില്ലേജർ. അപ്പോൾ ഇവിടെ നമ്മൾ 2 കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ ചേർത്തിട്ടുള്ളതാണ്. ഒന്നൊരു സിമ്പിളാണ്. 2 നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങളുടെ വൊക്കാബുലറി ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും. ഓക്കെ, വില്ലേജ് എക്സ്ക്യൂസ് മീ, ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ കസിൻ പറയും, ഐ ആം ബഷീർസ് വൈഫ്സ് കസിൻസ് ആൻഡ് യു. ഞാൻ ബഷീറിൻ്റെ ഭാര്യയുടെ കസിനാണ്, നിങ്ങൾ ആരാന്ന് ചോദിക്കും. ഐ ആം രമേഷ് ഫ്രം ദ നെയ്ബറിങ് ഹൗസ്. വാട്ട് ബ്രിങ്സ് യു ഹിയർ വിത്ത് ഗൺ. ഞാൻ രമേഷാണ്, അടുത്തുള്ള വീട്ടിലുള്ളതാണ്. നിങ്ങളെന്താ ഈ ഗണ്ണുമായിട്ട് ഇവിടെയെന്ന് ചോദിക്കും. അപ്പോൾ കസി പറയും, വി ആർ ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ ബാറ്റ്സ് ദാറ്റ് ആർ ഡെസ്ട്രോയിങ് ബഷീർസ് കോക്കനറ്റ്. ഞങ്ങൾ ഈ ബാറ്റ്സിനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി വന്നതാണ്. ബഷീറിൻ്റെ വീട്ടിലെ കോക്കനറ്റൊക്കെ ഡെസ്ട്രോയ് ചെയ്യണം, നശിപ്പിക്കുകയാണ്. ബാറ്റ്സ് ദാറ്റ് ആർ ഡെസ്ട്രോയിങ് ബഷീർസ് കോക്കനട്ട്സ്. ദേ ആർ കോസിങ് എ ലോട്ട് ഓഫ് ഡാമേജ്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കസിൻ പറയാണ്. വി ആർ ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ ബാറ്റ്സ് ദാറ്റ് ആർ ഡെസ്ട്രോയിങ് ബഷീർസ് കോക്കനട്ട്സ്. ദേ ആർ കോസിങ് എ ലോട്ട് ഓഫ് ഡാമേജ് എന്ന് പറയാണ്. അപ്പോൾ വില്ലേജ് ചോദിക്കും, ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. എനിക്ക് നിങ്ങളെ പ്രോബ്ലം മനസ്സിലാവും. ഐ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, ബട്ട് ആർ യു ഷുവർ ഷൂട്ടിംഗ് ദം ഈസ് എ സൊല്യൂഷൻ? നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പരിഹാരമാണോ? ആർ യു ഷുവർ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഷൂട്ടിംഗ് ദം ഈസ് ദ സൊല്യൂഷൻ. അവരെ വെടിവെക്കുക എന്നുള്ളത് ഒരു പരിഹാരമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? വാട്ട് ഇഫ് യു ഹാം സമ്മൺ ആക്സിഡൻ്റലി. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാലോ? വാട്ട് ഇഫ് യു ഹാം സമ്മൺ ആക്സിഡൻ്റലി. കസിൻ, വി വിൽ ബി കെയർഫുൾ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. വി ജസ്റ്റ് വാണ്ട് ടു സ്കെയർ ദം അവേ. അതിനെ പേടിപ്പിച്ച് വിടുക എന്നുള്ളൂ ഞങ്ങളുടെ ലക്ഷ്യമുള്ളൂ എന്ന് പറയാണ്. വി ജസ്റ്റ് വാണ്ട് ടു സ്കെയർ ദം അവേ. ഇപ്പോൾ വില്ലേജ്, ബട്ട് ഹാവ് യു കൺസിഡേർഡ് അതർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലേ? മേ ബി ദർ ഈസ് എ വേ ടു സേഫ്ലി റീലൊക്കേറ്റ് ദം. അവരെ സുരക്ഷിതമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഇല്ലയെന്ന് ചോദിക്കുകയാണ്. കസിൻ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ലൊരു ഐഡിയ ആണ്. വി ഡിഡ്ന്റ് തിങ്ക് ഓഫ് ദാറ്റ്. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഡു യു നോ എനി വൺ ഹൂ ക്യാൻ ഹെൽപ്പ് അസ് വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് അതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും അറിയുമോ എന്ന് ചോദിക്കാനാണ് വില്ലേജർ. ആക്ച്വലി ഐ നോ എ വൈൽഡ് ലൈഫ് എക്സ്പേർട്ട് ഹൂ മൈറ്റ് ബി ഏബിൾ ടു അസിസ്റ്റ് യു. അപ്പോൾ എനിക്കൊരു വൈൽഡ് ലൈഫ് എക്സ്പേർട്ടിനെ അറിയാം, അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ലെറ്റ് മീ ഗിവ് യു ഹിസ് നമ്പർ. ഞാൻ നിങ്ങൾക്ക് അവരുടെ നമ്പർ. ഇതൊരു കോൺവെർസേഷൻ. ഇനി നമുക്ക് വേറൊരു കോൺവെർസേഷൻ നോക്കാം. വില്ലേജ് ചോദിക്കാൻ, എക്സ്ക്യൂസ് മീ, ഹു ആർ യു. അപ്പോൾ കസിൻ പറയാണ്, ബഷീർ വൈഫ് കസിൻ. വില്ലേജ് ചോദിക്കാണ്, വാട്ട്സ് വിത്ത് ദ ഗൺ. എന്താ ഗണ്ണുമായിട്ട് എന്ന്. അപ്പോൾ കസിൻ പറയാണ്, വി ആർ ട്രൈങ് ടു സ്കെയർ എവേ ദ ബാറ്റ്സ് ഡെസ്ട്രോയിങ് ബഷീർ. ബഷീറിൻ്റെ കോക്കനട്ടൊക്കെ നശിപ്പിക്കുന്ന ബാറ്റ്സിനെ ഓടിക്കാനാണെന്ന് പറയും. അപ്പോൾ വില്ലേജ് ചോദിക്കും, ആർ യു ഷുവർ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അതൊരു നല്ല ഐഡിയ എന്ന്. കസിൻ പറയാണ്, വി വിൽ ബി കെയർഫുൾ. ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് പറയുന്നത്. വില്ലേജ്, മേ ബി വി ക്യാൻ ഫൈൻഡ് അനദർ വേ ടു ഡീൽ വിത്ത് ദ ബാറ്റ്സ്. നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കിക്കൂടെ. അപ്പോൾ കസിൻ പറയാണ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഡു യു ഹാവ് എനി സജഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്ന് ചോദിക്കാനാണ്. ഇനി അടുത്തതൊരു സ്പീച്ച് തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ സ്പീച്ച്. ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ വാസ് ഓർഗനൈസ്ഡ് എ ഫംഗ്ഷൻ ടു ഹോണർ എ ഫാമർ ഇൻ യുവർ വില്ലേജ് ഹൂ വൺ കർഷകശ്രീ അവാർഡ്. അപ്പോൾ നേച്ചർ ക്ലബ്ബ്, നമ്മുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാണ്. എന്തിനാണ്? ടു ഹോണർ എ ഫാമർ ഇൻ യുവർ വില്ലേജ് ഹൂ വൺ ദ കർഷകശ്രീ അവാർഡ്. അപ്പോൾ നമ്മുടെ വില്ലേജിൽ കർഷകശ്രീ അവാർഡ് നേടിയ ആളെ ഹോണർ ചെയ്യാണ്, ആദരിക്കുകയാണ്. യു ആർ ആസ്ക്ഡ് ടു ഡെലിവർ ദ സ്പീച്ച് ഓൺ ഹിസ് ഒക്കേഷൻ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളൊരു സ്പീച്ച് ഡെലിവർ ചെയ്യാനാണ്. നമ്മൾ ഓൾറെഡി 2 സ്പീച്ച് ഇതേ ഒരു മാറ്റർ വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ
കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് 3ാമത്തെ തവണയാണ് ഇത് വരുന്നത്. പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഗാർഡൻ. ഹിൻസ് തന്നിട്ടുണ്ട്. ഫ്രഷ്, പെസ്റ്റിസൈഡ്സ് ഫ്രീ, ന്യൂട്രീഷ്യസ്, സ്ട്രെസ് റിഡക്ഷൻ, സാറ്റിസ്ഫാക്ഷൻ, ഹെൽത്തി ലൈഫ്, അഡീഷണൽ ഇൻകം, നാച്ചുറൽ മാനുവൽ. ഇത്രയും കാര്യം നമുക്ക് ഹിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം. നമുക്കൊരു സ്പീച്ച് എഴുതി നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സല്യൂട്ടേഷൻ വേണം. റെസ്പെക്റ്റഡ് ഗസ്റ്റ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, I am honored to be speaking on this occasion as we gather to celebrate the achievement of our village farmer who has won the prestigious Karshagashri Award. അപ്പോൾ ഐ ആം ഹോണേഡ് ടു ബി സ്പീക്കിംഗ് ഓൺ ദിസ് ഒക്കേഷൻ. ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ടു സെലിബ്രേറ്റ് ഓൺ ദ ഒക്കേഷൻ ആസ് വി ഗാദർ ടു സെലിബ്രേറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് അവർ വില്ലേജ് ഫാമർ. അപ്പോൾ നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ വില്ലേജ് ഫാമർ ഹു ഹാസ് വൺ ദ പ്രസ്റ്റീജിയസ് കർഷകശ്രീ അവാർഡ്. കർഷകശ്രീ അവാർഡ് നേടിയ നമ്മുടെ വില്ലേജ് ഫാമറിനെ ആദരിക്കാനാണ്. Today I want to talk about the importance of growing vegetables and fruits in our gardens. ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മുടെ സ്വന്തം ഗാർഡനിൽ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. ദിസ് സിമ്പിൾ യെറ്റ് പവർഫുൾ പ്രാക്ടീസ് ഹാസ് ന്യൂമറസ് ബെനഫിറ്റ്സ് ഫോർ അവർ ഹെൽത്ത്. ഇതൊരു സിമ്പിളാണ്, പക്ഷെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ശീലമാണ്. ഹാസ് ന്യൂമറസ് ബെനഫിറ്റ്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫോർ അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന്, വെൽബീയിങ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹോം ഗ്രൗണ്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആർ ഫ്രഷ്. ആദ്യം തന്നെ പറയട്ടെ, വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളും അതേപോലെ ഫ്രൂട്ട്സും ഫ്രഷുമാണ്. അതേപോലെ പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലാത്തതാണ്. അതായത് കീടനാശിനികളൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക്. ദേ ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്, അത് ന്യൂട്രിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടേസ്റ്റ് കൂടുതലാണ്. മേക്ക് ദം എ ഡിലൈറ്റ് ടു ഈറ്റ്. ബൈ ഗ്രോയിങ് അവർ ഓൺ ഫുഡ് വി ക്യാൻ അവോയ്ഡ് കൺസ്യൂമിങ് കെമിക്കൽസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കെമിക്കൽസ്, അതായത് കെമിക്കൽ കലർന്ന പച്ചക്കറികളാണല്ലോ പുറത്ത് വാങ്ങാൻ കിട്ടുന്നത്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇൻ കൺക്ലൂഷൻ, ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ അവർ ഹോം ഗാർഡൻ ഈസ് സിമ്പിൾ യെറ്റ് പവർഫുൾ വേ ടു ഇംപ്രൂവ് അവർ ഹെൽത്ത്, വെൽബീയിങ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. I urge everyone to take up gardening and experience the numerous benefits it has to offer. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗാർഡനിങ് ഏറ്റെടുത്ത് നടത്തണം, എന്നിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവരും എൻജോയ് ചെയ്യണം. വൺസ് അഗെയിൻ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് അവർ വില്ലേജ് ഫാമർ ഓൺ വിന്നിങ് ദ കർഷകശ്രീ അവാർഡ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ കർഷകശ്രീ അവാർഡ് നേടിയ നമ്മുടെ വില്ലേജ് ഫാമറെ അഭിനന്ദിക്കുകയാണ്. യുവർ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ആർ ആൻ ഇൻസ്പിറേഷൻ ടു അസ് ഓൾ. താങ്ക് യു. താങ്കളുടെ അർപ്പണബോധവും ഹാർഡ് വർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് 4ാമത്തെ ആക്ടിവിറ്റി. വാട്ടർ സ്കേഴ്സിറ്റി ഈസ് എ മേജർ ഇഷ്യൂ വി ഫേസ് നൗ ഡേയ്സ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു വലിയൊരു പ്രശ്നമാണ് വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളത്തിൻ്റെ ക്ഷാമം. ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ് ഡൈ വിത്തൗട്ട് വാട്ടർ. മനുഷ്യരും അതേപോലെ മൃഗങ്ങളും മരിക്കുകയാണ്, വെള്ളമില്ലാതെ മരിക്കുകയാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കൺസേർവ് വാട്ടർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ കൺസേർവ് ചെയ്യണം, സംരക്ഷിക്കണം. സോ ആസ് എ പാർട്ട് ഓഫ് റെയിൻ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ യു മെയ്ഡ് റെയിൻ ഹാർവസ്റ്റിംഗ് പിറ്റ്സ് ഇൻ യുവർ സ്കൂൾ. അപ്പം നിങ്ങൾ റെയിൻ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പിറ്റ്സ്, മഴക്കുഴികൾ, വെള്ളം ശേഖരിക്കുന്ന കുഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് പിറ്റ്. ഇതിനെക്കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കുക. പിക്ചർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക. പിന്നെ കുറച്ച് മെസ്സേജ് അല്ലെങ്കിൽ സ്ലോഗൻസ്, ഒരു ക്യാപ്ഷൻ നിങ്ങൾ എന്തായാലും കൊടുക്കണം. പോസ്റ്ററിന് നിർബന്ധമാണ്. പിന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ വാട്ടർ കൺസർവേഷനുമായിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ കൺസർവേഷനായിട്ടുള്ള കുറച്ച് സ്ലോഗൻസ് നോക്കാം. കൺസേർവ് വാട്ടർ, കൺസേർവ് ലൈഫ്, ഹാർവസ്റ്റ് ദ റെയിൻ, ഫീഡ് ദ എർത്ത്, save the silver drops, get rewards in the future. Rainwater harvesting is the best way to save earth from water scarcity. Okay,
Save rainwater today to enjoy our tomorrow on earth. Harvest rainwater to reduce the use of fresh water. അപ്പോൾ ഒരുപാട് മെസ്സേജസ് അല്ലെങ്കിൽ സ്ലോഗൻസ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ് ഇത് നിങ്ങൾ തീർച്ചയായും ആ ഒരു പോസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണം. എൻ്റെ പോസ്റ്റർ വരയ്ക്കുക, കളർഫുള്ളാക്കുക. 5 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി. ഡു യു റിമെമ്പർ ദ സ്റ്റോറി ഓഫ് ഗ്രെയിൻ? നിങ്ങൾക്ക് ആ ഗ്രെയിൻ്റെ കഥ ഓർമ്മയില്ല? ദ കിങ് ഓർഡേഡ് ഹിസ് സെർവൻറ്റ് ടു ബ്രിങ് ദ ഓൾഡ് പെസൻറ്റ് ടു ദ പാലസ്. അപ്പോൾ കിങ് ഓർഡർ ചെയ്യാണ് ആ വൃദ്ധനായ കർഷകനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ. ദ സെർവൻറ്റ് വെൻറ്റ് ടു ദ ഓൾഡ് പെസൻറ്റ് ഹൗസ് ആൻഡ് ടുക്ക് ഹിം ടു ദ പാലസ്. അപ്പോൾ ആ സെർവൻറ്റ് വീട്ടിൽ പോയി, ഓൾഡ് പെസൻറ്റിൻ്റെ വീട്ടിൽ പോയി അയാളെ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വെൻ ദേ ലെഫ്റ്റ് ദ ഓൾഡ് മാൻസ് വൈഫ് വാസ് വെറീഡ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ ഓൾഡ് മാൻ്റെ വൈഫിന് ആദ്യമായി എന്തിനായിരിക്കും കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ള വിഷമാവാൻ തുടങ്ങി. വൈ ഡിഡ് ദ കിങ് കോൾ മൈ ഹസ്ബൻഡ്? ഷീ ആസ്ക്ഡ് ഹെർസെൽഫ്. അവരോട് തന്നെ ചോദിക്കണം എന്തിനായിരിക്കും കൊണ്ടുപോയത്. ലേറ്റർ ഇൻ ദ ഈവനിങ് ദ മാൻ റിട്ടേൺ ഫ്രം ദ പാലസ്. അങ്ങനെ ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ അവർ റിട്ടേൺ ആയിട്ട് വന്നു. ഓൾഡ് പെസൻറ്റ് കൊട്ടാരത്തിൽ നിന്ന് വന്നു. ദ വൈഫ് വാസ് വെയിറ്റിംഗ് ഫോർ മീ. വൈഫ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഹി ഡിസ്ക്രൈബ്ഡ് ഓൾ ദ ഇവൻറ്റ്സ് ടു ഹെർ. അപ്പോൾ അവർ എല്ലാ സംഭവങ്ങളും, നടന്ന സംഭവങ്ങളൊക്കെ ഭാര്യയോട് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഹൗ വിൽ ഹി ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാലസ്? എന്തായിരിക്കും അവർ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക? ഓൾഡ് പെസൻറ്റ് ഈ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറയാൻ എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ആ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ പറയാണ് ഐ വെച്ചിട്ടല്ലേ, ഓൾഡ് പെസൻറ്റ് ആണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഐ വെച്ചിട്ടാണ്, ഞാൻ അവിടെ പോയി എന്നെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ അയാൾ പറയണം. അപ്പോൾ എങ്ങനെ പറയാം? ഐ വാസ് എക്സൈറ്റഡ്. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. വെൻ ദ കിങ് കോൾഡ് മീ. കിങ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. വെൻ ഐ ഗോട്ട് ദ പീപ്പിൾ വെർ confused. They had something but I couldn't see or hear well, so I didn't know what it was. അപ്പോൾ എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് നല്ലോണം കാണാനും കേൾക്കാനൊന്നും കഴിയില്ലല്ലോ, പക്ഷേ ഐ ഡിഡ്ന്റ് നോ വാട്ട് ഇറ്റ് വാസ്. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ദ കിങ് ആസ്ക്ഡ് ഇഫ് ഐ ന്യൂ വാട്ട് ഇറ്റ് വാസ്. അപ്പോൾ അതെന്താണെന്ന് എന്നോട് കാണിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു. ഐ ഫെൽറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ബിഗ് ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. അപ്പോൾ ഒരു ഹെൻസിൻ്റെ എഗ്ഗ് പോലെ വലിയ വലുപ്പമുള്ളൊരു ഗ്രെയിൻ ആയിരുന്നു അത്. ഐ ഹാഡ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇതിനു മുമ്പ് അതൊന്നും കണ്ടിട്ടില്ല. ഐ ടോൾഡ് ദ കിങ് ടു ആസ്ക് മൈ ഫാദർ. അപ്പോൾ ഞാൻ പറഞ്ഞു കിങ്ങിനോട്, എൻ്റെ അച്ഛനോട് ചോദിക്കാൻ. ഹൂ നോസ് മോർ അബൌട്ട് ഫാമിംഗ് ദാൻ മീ. എന്നെക്കാട്ടിയും കൂടുതൽ അറിയാം അച്ഛനാണ്. ദ കിങ് അഗ്രീഡ്. അങ്ങനെ കിങ് സമ്മതിച്ചു. ആൻഡ് ഐ വെൻറ്റ് ഹോം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും? prepare a news report about the discovery of a grain as big as hand's egg. അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം? ഒരു ഹെഡിങ് എന്തായാലും വേണം, ഒരു ഹെഡിങ് വേണം. അത് നമ്മളിവിടെ കൊടുക്കുകയാണ്. ജയൻറ്റ് ഗ്രെയിൻ ഡിസ്കവറി സ്റ്റൺസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു സബ് ഹെഡ്ലൈനും കൂടി കൊടുക്കാം. നോക്ക ഫാമർ അൺകവേഴ്സ് എനോമസ് ഗ്രീൻ ഗ്രെയിൻ സ്പാർക്ലിംഗ് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി. അല്ലെങ്കിൽ ഈ ഹെഡ്ലൈൻ തന്നെ മതിയാവും. ഈ ഹെഡ്ലൈന് കൊടുത്താൽ മതി, സബ് വേണമെന്നില്ല. ഇനി നമ്മൾ എഴുതേണ്ടത് ലൊക്കേഷനും ഡേറ്റും ആണ്. എവിടെയാണ് സംഭവം നടന്നതെന്നുള്ള ലൊക്കേഷൻ. നമ്മൾ പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഒരു സംഭവം നടന്നതിൻ്റെ ന്യൂഡൽഹി അല്ലെങ്കിൽ തലസ്ഥാനത്താണ്, ഇന്ത്യയുടെ തലസ്ഥാനത്താണ് നടന്നതെങ്കിൽ ന്യൂഡൽഹി എന്നുണ്ടാവും. നമ്മുടെ കേരളത്തിലാണെച്ചാൽ തിരുവനന്തപുരം ഉണ്ടാവും. പിന്നെ എവിടെയാണോ കോഴിക്കോടോ മലപ്പുറം എവിടെ സംഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ ഇവിടെ എഴുതുക, പിന്നെ ഡേറ്റ് എഴുതാം. ഏത് വന്നാലും നമ്മൾ ഈ ഫോർമാറ്റൊക്കെ ഫോളോ ചെയ്യണം. ഈ ന്യൂസ് റിപ്പോർട്ടല്ല, വേറെ ഏതെങ്കിലും ന്യൂസ് റിപ്പോർട്ട് വന്നാലും നമ്മൾ ഇതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നമ്മളൊരു ഹെഡ്ലൈൻ കൊടുക്കണം, പിന്നെ നമ്മൾ ലൊക്കേഷനും ഡേറ്റും കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ വിവരിക്കുകയാണ്. In a curious and fascinating discovery, a local farmer has unearthed a gigantic green grain measuring as large as hen's egg. അതായത് ഹെൻസ് എഗ്ഗിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു ഡിസ്കവറി. വളരെയധികം ക്യൂരിയസ് ആയിട്ടുള്ള, അതേപോലെ ഫാസിനേറ്റിംഗ് ഒരു ഡിസ്കവറിയാണ് ഒരു ലോക്കൽ ഫാമർ ഇങ്ങനെ കണ്ടെത്തിയെന്ന് പറയാണ്. ദ എക്സ്ട്രാ ഓർഡിനറി ഫൈൻഡ് വാസ് മെയ്ഡ് ബൈ ഹിം. അപ്പോൾ അതാരാണ് കണ്ടെത്തിയത്? അപ്പോൾ ഒരു ഫാമറിൻ്റെ പേര് നിങ്ങൾ എഴുതുക. എ സീസൺഡ് അഗ്രികൾച്ചറിസ്റ്റ് ഫ്രം വില്ലേജിൻ്റെ പേര് എഴുതുക. അക്കോർഡിംഗ് ടു ഐ വിറ്റ്നസ്, ദൃക്സാക്ഷികൾ പറയുകയാണ്, ദ ഫാമർ വാസ് വർക്കിംഗ് ഇൻ ഹിസ് ഫീൽഡ് വെൻ ഹി സ്റ്റംബിൾഡ് അപ്പോൺ ദ എനോർമസ് ഗ്രെയിൻ. ആ ഗ്രെയിൻ ഇത് കണ്ടപ്പോൾ അദ്ദേഹം
പിന്നെ എന്താണ് ഹി വാസ് വർക്കിംഗ് ഇൻ ഹിസ് ഫീൽഡ്, അദ്ദേഹത്തിൻ്റെ വയലിൽ പണിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് കണ്ടെത്തിയത്. ഐ വാസ് ഷോക്ക്ഡ് ആൻഡ് അമേസ്ഡ് വെൻ ഐ സോ ദ സൈസ് ഓഫ് ദ ഗ്രെയിൻ. അപ്പോൾ അയാൾ പറയാണ്, ഫാമർ പറയാണ്, ഞാൻ വളരെ ഷോക്കായിപ്പോയി ഇത് ഇത്രയും വലിയ സൈസുള്ള ഗ്രെയിൻ കണ്ടപ്പോൾ. ഇൻ ആൻ ഇൻ്റർവ്യൂ ഐ ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ, ഇറ്റ് ഈസ് എ വണ്ടർ ഓഫ് നേച്ചർ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല, ഇതൊരു അത്ഭുതമാണ് എന്നൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ദ ജയൻറ്റ് ക്രെയിൻ has sparked widespread interest and curiosity in the village, with many residents flocking to see the extraordinary find. അപ്പോൾ എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. We are thrilled and proud of our farmer for making this incredible discovery, said village chief's name. ഇപ്പോൾ വില്ലേജിലെ ഗ്രാമത്തലവൻ പറയാണ്, ഞങ്ങൾ വളരെയധികം പ്രൗഡാണ് ഞങ്ങളിവിടെ ഇത് കണ്ടെത്തിയതിൽ. ഇറ്റ് ഈസ് എ ടെസ്റ്റാമെൻറ്റ് ടു ദ റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് അവർ സോയിൽ. ദ ജയൻറ്റ് grain is currently being studied by local agriculture experts who are eager to learn more about its origin and property. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ്, ഈ ജയൻറ്റ് ഗ്രെയിന് എന്താണ് ലോക്കൽ അഗ്രികൾച്ചർ എക്സ്പെർട്ട് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടിട്ട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. ആസ് ന്യൂസ് ഓഫ് ദ ഡിസ്കവറി സ്പ്രെഡ്സ്, ദ വില്ലേജ് ഈസ് ബ്രേസിംഗ് ഇറ്റ്സെൽഫ് ഫോർ സർജ് ഇൻ വിസിറ്റേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഫോർ നൗ ദ ജയൻറ്റ് ഗ്രെയിൻ റിമെയിൻസ് എ സോഴ്സ് ഓഫ് വണ്ടർ ആൻഡ് ഇൻസ്പയറിങ് എ സെൻസ് ഓഫ് പ്രൈഡ്. ഇത്രയൊന്നും എഴുതണമെന്നില്ല, ഇത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും സെൻറ്റൻസെങ്കിലും നിങ്ങൾ എഴുതുക. ശ്രദ്ധിക്കേണ്ടത് ഒരു ഹെഡിങ് വേണം, പിന്നെ അതേപോലെ ലൊക്കേഷനും ഡേറ്റും വേണം. ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത എഡിറ്റിങ്ങിലേക്ക് പോകാം. എഡിറ്റിംഗ്. സോ ദ കിങ് സെൻറ്റ് ഫോർ ദ ഓൾഡ് മാൻസ്. ഇവിടെ മാൻസ് എന്നുള്ള ഒരു അപ്പോസ്ട്രോഫ് വേണം. ഇവിടെ കണ്ടില്ലേ, മാൻസ് ഫാദർ, അയാളുടെ ഫാദർ, ഡേ എന്നുള്ള മാൻസ് ഫാദർ. ഓക്കെ, ദേ ഫൈൻഡ് ഹിം. ഫൈൻഡ് എന്നല്ല, ഫൗണ്ട് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ദേ ഫൗണ്ട്, ടെൻസ് മാറി. ആൻഡ് ബ്രോട്ട് ഹെർ അല്ല, ഹിമ്മാണ്, അതായത് പുരുഷനാണല്ലോ, അപ്പം നമ്മൾ ഹിമ്മാണ് ഉപയോഗിക്കേണ്ടത്. ബിഫോർ ദ കിങ്. ഹി, ഇവിടെ എന്താ ഹീക്ക് പ്രത്യേകത? ഹി ക്യാപിറ്റൽ എഴുതണം, എച്ച് ക്യാപിറ്റൽ എഴുതണം. എൻറ്റേർഡ് വാക്കിംഗ് ഈസിലി ആൻഡ് വിത്തൗട്ട് ക്രച്ചസ്. ഹി വേർ ഐസ്, ഇവിടെ വേർഡ് തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹിസ് ഐസ് വേർ എന്ന് എഴുതിയ സിമ്പിളായിട്ട് നമുക്ക് ഹിസ് ഐസ് വേർ. ഓക്കെ, ഇത്രയാണ് നമുക്ക് എഡിറ്റിങ്ങിൽ 5 മാർക്ക്. വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ 5-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊക്കെ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് വന്നിട്ടുള്ളത്. വേർഡ് ഓർഡർ എന്തായാലും ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ടെൻസ് മാറ്റാനുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എത്ര ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്തത്? നമ്മൾ 6 ആക്ടിവിറ്റീസ്, ഒരു എക്സ്ട്രാ ആക്ടിവിറ്റീസ്, ന്യൂസ് റിപ്പോർട്ട് എടുക്കുക, 7 ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്